ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺസി ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയ രണ്ട് എയർ ഡ്രോപ്പ് ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഒരു EVM കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വെബ്സൈറ്റിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിൽ കയറുക. ദെൻ നമുക്കിവിടെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രൊസീഡ് കൊടുക്കുക, ടിക്ക് ചെയ്തിട്ട് ദെൻ ഇനി നമുക്കിവിടെ ആയിട്ട് വാലറ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കണക്ട് വാലറ്റ് കൊടുക്കുക. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് തന്നെ ഉപയോഗിച്ച് വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നെറ്റ്വർക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആയിട്ട് അബ്സ്ട്രാക്ട് ടെസ്റ്റ്നെറ്റ് നെറ്റ്വർക്കിലേക്കാണ് നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടത്. സോ സ്വിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ ബ്രിഡ്ജ് ചെയ്യണം. ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ഫ്രമ്മിൻ്റെ അവിടെ എതേറിയം സെപ്പോളിയ ടെസ്റ്റ്നെറ്റും 2ൻ്റെ അവിടെ അബ്സ്ട്രാക്ട് ടെസ്റ്റ്നെറ്റും കൊടുത്തുകൊണ്ട് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. ഇവിടെ എമൗണ്ട് ആയിട്ട് ഇവിടെ മാക്സിമം എമൗണ്ട് 0.09 ആണ് എനിക്കുള്ളത്. സോ അതിൻ്റെ ഒരു പകുതി കൊടുക്കാം. 0.045 ആണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് ആ ഒരു എമൗണ്ടിൻ്റെ പകുതി കൊടുക്കാൻ നോക്കുക. അപ്പോൾ ആ ഒരു പകുതി എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് മാറ്റുന്നതായിട്ടുണ്ട്. ഇത്തവണ നമുക്ക് സെബോളിയ ടെസ്റ്റ്നെറ്റിലേക്കാണ് മാറ്റേണ്ടത്. സോ സെബോളിയ ടെസ്റ്റ്നെറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. സോ ബ്രിഡ്ജ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടുത്തെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. ദെൻ ബ്രിഡ്ജ് ചെയ്യാൻ കൊടുക്കാം. മെറ്റാമാസ്കിലൊരു കൺഫർമേഷൻ വരും, കൊടുക്കുക. ചെറിയൊരു ഫീ അവിടെ പോകുന്നതായിരിക്കും. ഓക്കെ, ബ്രിഡ്ജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം ആവും, ടൈം എടുക്കും ബ്രിഡ്ജായി ആ ഒരു ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആവാനായിട്ട്. സോ നിങ്ങൾ ആ ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ അത് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സോ 15 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷനും കൂടെ കൊടുക്കണം. സോ അനദർ ട്രാൻസാക്ഷൻ കൊടുക്കുക. ഇവിടെ ഇത്തവണ ഫ്രമ്മിൻ്റെ അവിടെ തിരിച്ച്, അതായത് അബ്സ്ട്രാക്ട് ടെസ്റ്റ്നെറ്റും 2ൻ്റെ അവിടെ എതേറിയം സെബോളിയ ടെസ്റ്റ്നെറ്റും കൊടുക്കുക. എമൗണ്ടിൻ്റെ പകുതി നേരത്തെ പോലെ തന്നെ 0.044 ഉണ്ട് എനിക്ക്. സോ അതിന് 0.02 കൊടുത്തിട്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് അബ്സ്ട്രാക്ട് ടെസ്റ്റ്നെറ്റിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ നെറ്റ്വർക്ക് മാറ്റിയിട്ട് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് കൊടുക്കുക. സെയിം അതുപോലെ തന്നെ കുറച്ച് ഫീ പോകുന്നുണ്ട്. ആ ഒരു ഫീ കൊടുത്തുകൊണ്ട് തന്നെ ബ്രിഡ്ജ് ചെയ്യുക. ഇത്തവണ നമുക്ക് 24 അവേഴ്സാണ് ഈ ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ടൈം പോകുന്നത്. സോ ആ ഒരു 24 അവേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 24 അവേഴ്സ് ആകുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആയിക്കോളും. സോ അത്രയേ ഉള്ളൂ ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഗ്യാസ്പാണ്. ഗ്യാസ്പ് എന്ന് പറയുന്നത് ഒരു ക്രോസ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇവർക്ക് ഓൾറെഡി 10.6 മില്യൺ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോളിചെയിൻ ക്യാപിറ്റൽ, ക്ലസ്റ്റർ ക്യാപിറ്റൽ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ടെസ്റ്റ്നെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഹോൾസ്കി എതേറിയം വേണം. അത് നിങ്ങൾ ഫോസറ്റിൽ നിന്ന് കയറി ക്ലെയിം ചെയ്യണം. സോ 1-2 ഫോസറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി ക്ലെയിം ചെയ്താൽ മതി. എന്നിട്ടും എതേറിയം കിട്ടിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഇവിടെ ETH എടുക്കുക. ETH എടുത്തതിന് ശേഷം ഗ്യാസ്പ് ടോക്കൺ ഫോസറ്റിൽ നിന്നും ക്ലെയിം ചെയ്യണം. അതിനായിട്ട് ഗ്യാസ്പ് ഫോസറ്റിൽ പോവുക, വാലറ്റ് കണക്ട് ചെയ്യുക. അതിനായിട്ട് കണക്ട് മെറ്റാമാസ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ദെൻ കണക്ട് ചെയ്യുക. എന്നിട്ട് ക്ലെയിം കൊടുക്കുക. 10 ഗ്യാസ്പ്, അതായത് 10 ഗ്യാസ്പ് V2 ടോക്കൺ നമുക്ക് ആഡ് ആകും. 3 പ്രാവശ്യമായിട്ട് നമുക്കത് ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ടാസ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ക്ലെയിം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ടെസ്റ്റ്നെറ്റ് വെബ്സൈറ്റിലേക്ക് പോകാം. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇനി വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ്പ് ടോക്കൺ ഡിപ്പോസിറ്റ് ചെയ്യണം. സോ ഡിപ്പോസിറ്റ് ചെയ്യാം. പോസ്റ്റിൽ നിന്ന് എടുത്ത 30 ബാലൻസ് ഉണ്ട്. അതിൽ 10 ടോക്കൺ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സെലക്ട് ചെയ്ത ടോക്കണിൻ്റെ അവിടെ നമുക്ക് ഗ്യാസ്പ് V2 എടുക്കാം. ഗ്യാസ്പ് V2 കൊടുക്കുക. ദെൻ രണ്ടാമത്തേതിൻ്റെ അവിടെ നമുക്ക് ഗ്യാസ്പ് എതേറിയം കൊടുക്കാം. ദെൻ ഒരു ഗ്യാസ്പ് V2 ഒക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് സ്വാപ്പ് ചെയ്യാം. എമൗണ്ടിൻ്റെ അവിടെ 1 ആണ് ഞാൻ കൊടുക്കുന്നത്. ഇനി സ്വാപ്പ് ചെയ്യുക. ഓക്കെ, സ്വാപ്പിംഗ് ഇവിടെ പ്രോസസ്സ് ആവുന്നേ ഉള്ളൂ. കുറച്ച് ടൈം കൊടുക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ്പ് V2 കൊടുത്തുകൊണ്ട് ഇത്തവണ GETH ആണ് കൊടുക്കുന്നത്.
GETH കൊടുത്തുകൊണ്ട് നമ്മൾ സ്വാപ്പ് ചെയ്യാണ്. സെയിം 1 തന്നെയാണ് എമൗണ്ട് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, സ്വാപ്പിംഗ് പ്രോസസ്സിലാണ്. കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂൾസിലേക്ക് പോകാം. ലിക്വിഡിറ്റി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പൂൾസിൽ പോയിട്ട് നമുക്ക് ഇപ്പം നമ്മൾ സ്വാപ്പ് ചെയ്ത കോയിൻസ് എടുത്തിട്ട് നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. സോ ഗ്യാസ്പ് V2ഉം ഗ്യാസ്പ് എതേറിയമാണ് നമ്മൾ ആദ്യം എടുത്തത്. അപ്പോൾ ഗ്യാസ്പ് V2 എതേറിയം എടുത്തിട്ട് നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 5 ആണ് കൊടുക്കുന്നത് ഗ്യാസ്പ് എതേറിയത്തിൻ്റെ അവിടെ. ഇനി നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. ഓക്കെ, ലിക്വിഡിറ്റി ആഡ് ആവുന്നുണ്ട്. കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് GETHും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പൂൾസ് എടുക്കുക. ETHും ഗ്യാസ്പ് GETHും ഗ്യാസ്പ് V2ഉം കൂടെ ഇത് രണ്ടും എടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യണം. സോ ഇതുപോലെ തന്നെ നിങ്ങളങ്ങ് ചെയ്തേക്കുക. എത്രത്തോളം നിങ്ങൾ ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാനിവിടെ 3-4 പൂൾസാണ് ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഇനി കുറച്ച് ഗാലക്സി ക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾ കയറുക. ഇവിടെ 3 NFT നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ടാസ്കും ചെയ്തതിന് ശേഷം ഡിസ്കോഡ് സൈറ്റിൽ കയറുക, ദെൻ ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അവിടെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ടെസ്റ്റ്നെറ്റ് ഫീഡ്ബാക്ക് എന്ന ചാനൽ എടുക്കുക ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട്. ഇനി നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ വാലറ്റ് അഡ്രസ്സ് ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഗ്യാസ്പ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ ടെലിഗ്രാം ചാനലും ട്വിറ്റർ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും ഫോളോ ചെയ്യാത്തവരാ നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരുന്നുണ്ട്. ബൈ ഗൈസ്.